ഗൈസ്, ഞാൻ മൈക്ക് കൈ പിടിച്ച് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ ഇവിടുത്തെ ചൂടറിയാമല്ലോ, ഒരു രക്ഷയില്ല. സോ ഫാൻ ഇട്ടത് കൊണ്ട് ചിലപ്പം നോയ്സൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ, ഇപ്പം തന്നെ ഞാൻ വിയർത്തിരിക്കുകയാണ് ഓൾറെഡി. ഓക്കെ, ഞാൻ സംസാരിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം, ഇന്നലെ ആ ഒരു മത്സരത്തിനെ പറ്റി അതിന് ശേഷം ഞാൻ സംസാരിച്ചതാണ്. അങ്ങനെ ഒരു റിവ്യൂ എന്ന നിലയ്ക്കല്ല, ഒരു ഫ്രസ്ട്രേഷനായിരുന്നു ആ ഒരു വീഡിയോ. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നൊരു കാര്യമാണ്, നമുക്ക് ഇനി സാധ്യതകൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടോ, നമ്മൾ 3-ാം സ്ഥാനത്തല്ലേ നിലകൊള്ളുന്നത് എന്നുള്ളത്. ഇപ്പോൾ 3 മത്സരങ്ങൾ കഴിയുന്ന സമയത്ത് നമുക്ക് 4 പോയിൻ്റാണുള്ളത്. കുവൈറ്റിന് നോക്കിക്കഴിഞ്ഞാൽ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ 3 പോയിൻറ്റുമാണുള്ളത്. സോ നോക്കുമ്പോൾ ലിറ്ററലി നമ്മളാണ് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സാധ്യതകൾ ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം തന്നെയാണുള്ളത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യക്ക് ഇനിയും ഈ അഫ്ഗാനിസ്ഥാനെതിരെ തന്നെയാണ് കളിക്കേണ്ടത്. വീണ്ടും കുവൈറ്റിനെതിരെ കളിക്കേണ്ടതുണ്ട്. ഈ 2 മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ വിജയിക്കണം, അവിടെയാണ് നമുക്കൊരു പ്രശ്നം നിൽക്കുന്നത്. മാത്രമല്ല, ഇപ്പം കുവൈറ്റിൻ്റെ ഒരു GD 0 ആണ്, നമ്മുടെ -2 ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യവുമാണ് ഉള്ളത്. സോ 2-ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 3rd റൗണ്ടിലേക്കുള്ളൊരു പ്രതീക്ഷയുള്ളൂ. നമ്മൾ ഖത്തറിനെ വിട്ടേക്ക്, അവർ 1-ാം സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞു. നമ്മൾ കുവൈറ്റുമായിട്ടാണ് ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്. നമ്മുടെ നിലവിലെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കാരണം കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നമുക്ക് 4 തോൽവി, 1 സമനില, ഒറ്റ ഗോൾ പോലും അടിക്കാൻ സാധിച്ചിട്ടില്ല. 9 ഗോളുകൾ വഴങ്ങി. ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ടീം എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കും അടുത്ത 2 മത്സരങ്ങളിൽ നമ്മൾ ഗോളടിക്കും, വിജയിക്കും എന്നൊക്കെ ഉള്ളത്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുവൈറ്റൊക്കെ ആണെങ്കിൽ അഫ്ഗാനിസ്ഥാനെതിരെ 4-0 വിജയിച്ചത്. സോ ആ ഒരു മത്സരത്തിൽ സത്യം പറഞ്ഞാൽ കുവൈറ്റ് നന്നായിട്ട് ഇന്ത്യക്കെതിരെ കളിച്ചാണ്. ഇന്ത്യ ജയിച്ചൊരു മത്സരം ഉണ്ടല്ലോ, നമുക്ക് പക്ഷേ ജയിക്കാൻ സാധിച്ചു. പക്ഷേ ഇനിയൊരു മത്സരം നമുക്ക് കുവൈറ്റിനെതിരെ വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നിലവിലൊരു സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുന്ന സമയത്ത് പറയേണ്ടത്. എനിക്ക് ഈ ഒരു മത്സരം കഴിഞ്ഞ് ഭയങ്കര ഫ്രസ്ട്രേഷൻ അടിച്ച് നിൽക്കുന്നൊരു സമയത്ത് ഇഗോർ ഷിമാച്ച് എന്ന് പറയുന്ന നമ്മുടെ കോച്ചുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ഒരു വാക്കുകൾ, നമ്മൾ 3-4 ചാൻസ് ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ സ്ഥിരം പ്രശ്നങ്ങളാണ് നമ്മൾ ഗോളടിക്കാൻ, പിന്നെ എന്തിനാണ് ഇയാൾ പണി എടുക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പുള്ളിയുടെ ഒരു ഉദ്ദേശം? ഞാനൊരു കാര്യം പറയാം, ഈ സുനിൽ ഛേത്രി നമുക്കറിയാം, പുള്ളി നമ്മുടെ ലെജൻഡാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പം കഴിഞ്ഞ മാച്ചിൽ ഞാൻ 11 കണ്ടപ്പോൾ തന്നെ പ്രതീക്ഷിച്ചു നമ്മളൊരു ചാൻസസും ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളില്ല എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹൽ അവൈലബിൾ അല്ല, ഇഞ്ചോർഡാണ്. സോ ആ ഒരു അവസരത്തിൽ നമുക്ക് ബ്രാൻഡനാണ് ഒരു നമ്പർ 10 എന്ന നിലയിൽ പിന്നെ ചോയ്സ് ആയിട്ടുള്ളത്. ബ്രാൻഡനെയും കളിപ്പിക്കാണ്ട് വന്ന് കളിച്ചത് സുനിൽ ഛേത്രിയാണ്. സുനിൽ ഛേത്രി ആ ഒരു നമ്പർ 10 റോളിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ ലെജൻഡാണ്, നമുക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി ഇപ്പോൾ ഒരു ഡൗൺഫാളിലാണുള്ളത്. പുള്ളിയെ ഞാൻ കുറ്റം പറയില്ല, കാരണം പുള്ളിയുടെ 40കളിലാണുള്ളത്. സോ അദ്ദേഹം ഈ ഓഗസ്റ്റ് 40 വയസ്സാകും. പുള്ളിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ അദ്ദേഹം നാഷന് വേണ്ടി ചെയ്തു കഴിഞ്ഞു. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അപ്പം അദ്ദേഹം കളിക്കുന്നൊരു സമയത്ത് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗെയിം പലപ്പോഴും വരാറുണ്ട്. അതല്ലാണ്ട് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടീം ഗെയിം എന്നുള്ള നിലയിൽ ചില മാറ്റങ്ങളുണ്ട്. യെസ്, ഗോളടിക്കാൻ ഛേത്രി വേണം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറയാം. പക്ഷേ ഛേത്രിയുടെ ഗോളടിക്കുന്ന കാര്യത്തിലും ഇപ്പം ബുദ്ധിമുട്ടാണ്. ഇപ്പം സുനിൽ ഛേത്രിയുടെ അവസാന 12 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1 ഗോളും 1 അസിസ്റ്റുമാണ് ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയ്ക്കുള്ളത്. അപ്പം അദ്ദേഹം മൊത്തത്തിൽ ഒരു ഡൗൺഫാൾ തന്നെയാണുള്ളത്. ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തെ കുറ്റം പറയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഏജാണിത്. അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് മറ്റ് ആളുകൾക്ക് അവസരം കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പം വിക്രം പ്രതാപ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം വലിയ ഗെയിമിൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ അദ്ദേഹം ഫസ്റ്റ് മാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ രീതിയിലേക്ക് അദ്ദേഹം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് പ്ലെയറെ കണ്ടെത്തി അതിലേക്ക് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കുർക്കീറത്താണെങ്കിലും അല്ലെങ്കിൽ പാർദീപ് ആണെങ്കിലും ഇങ്ങനെയുള്ള താരങ്ങളെ കണ്ടെത്തി മുന്നോട്ട് പോവുക. അല്ലാണ്ട് നമുക്കിനി ഛേത്രിയെ കളിപ്പിക്കുക എന്നുള്ളൊരു ബാധ്യതയായിട്ടൊന്നും മാറരുത്. ഇൻ കേസ് ഇപ്പോൾ ടീമിൽ ഉൾപ്പെടുത്താം, പക്ഷേ സ്റ്റാർട്ടിങ് 11 ഉൾപ്പെടുത്തണമെന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ സ്റ്റിമാച്ച് അതൊന്നും ചെയ്തില്ല. പിന്നെ ഛേത്രിക്ക് ഒരു പവർ ഉണ്ടാകും ടീമിൽ, യെസ്, സമ്മതിക്കുന്നു. പക്ഷേ എന്താണ് സ്റ്റിമാച്ചിൻ്റെ പവർ എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും ഒരു സംശയം ഉദിക്കുന്നൊരു കാര്യം തന്നെയാണ്. സോ 2 വർഷമായിട്ട് 4 വർഷമായിട്ട് 2019 അദ്ദേഹം എത്തിയത്, ഇപ്പം 5ാമത്തെ വർഷമാണ്. ഇങ്ങനൊരു ടീമിനെ കൊണ്ടുപോയിട്ടും ആ ഒരു ടീമിന് ഒരു ഒത്തിണക്കം കാണിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്? ഇപ്പം വലിയ കൺട്രീസിനെതിരെയൊക്കെ കളിക്കുമ്പോൾ, ടീം മോശമായിട്ട് കളിക്കുമ്പോൾ ഞാൻ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
അഫ്ഗാനിസ്ഥാനെതിരെ പോലെയുള്ളൊരു ടീമിനെതിരെ, അതും അവരുടെ ഒരു സെക്കൻഡ് എന്താ പറയുക, ഒരു ബി ടീമോ അല്ലെ സി ടീമോ എന്നൊക്കെ പറയുന്ന ഒരു ടീമിനെതിരെ ഇങ്ങനത്തെ ഒരു മോശം ഫുട്ബോളും നോ ഷോട്ട് ഓൺ ടാർഗറ്റും ഒക്കെ ആയിട്ട് കളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു മത്സരത്തെ വിലയിരുത്തേണ്ടത്? നമ്മൾ എന്ത് പ്രതീക്ഷയാണ് അടുത്തൊരു അഫ്ഗാൻ മത്സരത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു കുവൈറ്റ് മത്സരത്തിൽ അർപ്പിക്കേണ്ടത്? എന്നിട്ട് ഇങ്ങനെ മത്സരത്തിന് ശേഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട വർത്താനവും പുള്ളിയുടെ വായിന്ന് വീണ എന്ത് കോൺഫിഡൻസ് ആണ് മത്സരം കാണാൻ, നമ്മൾ എന്ത് പ്രതീക്ഷയിലാണ് അടുത്ത മത്സരം വീക്ഷിക്കാനായിട്ട് ഇരിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് കേസ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം 2ാം സ്ഥാനത്താണുള്ളതെങ്കിലും മുന്നോട്ടുള്ളൊരു യാത്രയിൽ നമ്മൾ 2ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നു. ഇൻ കേസ് നമ്മൾ അത് ഭേദിച്ചുകൊണ്ട് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാലും ഈ ഒരു മാച്ചിനെ കൊണ്ട് എന്താണെങ്കിലും ബിഗ് കൺട്രീസിനെതിരെ നമ്മൾ അവസാനത്തെ ഒരു 3rd റൗണ്ട് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കളിക്കുമ്പോൾ കൂട്ടിയാൽ കൂടില്ല. അത് നമ്മൾ AFC ഏഷ്യൻ കപ്പിൻ്റെ മത്സരങ്ങളിൽ കണ്ടതാണ്. സോ ഞാൻ ഏഷ്യ കപ്പിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു, ഇപ്പം പുള്ളിയെ സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമാവും, മാർച്ചിൽ നമുക്ക് കുറഞ്ഞ ക്യാമ്പൊക്കെ കിട്ടത്തുള്ളൂ, അപ്പോൾ പുതിയൊരു കോച്ച് വന്നു കഴിഞ്ഞ് സെറ്റാനുള്ള ടൈം എടുക്കും, അതൊരു പ്രശ്നമായി ടീമിനെ ബാധിക്കുമെന്നുള്ളൂ. പക്ഷേ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഡ്രോ, അത് പുതിയൊരു കോച്ച് വന്നാലും ആ ഡ്രോയിൽ കുറഞ്ഞൊന്നും കൂടുതലൊന്നും താഴെയുള്ളതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും അഫ്ഗാൻ ഒറ്റ സെറ്റല്ലാത്ത ടീമായിട്ട് വന്ന് അവരുടെ പുതിയ കുറേ പ്ലേയേഴ്സൊക്കെ ആയിട്ട് വന്നിട്ട് അവർക്കെതിരെ ഡ്രോ എന്ന് പറയുന്നത് ഒരു മോശം റിസൾട്ട് തന്നെയാണ്. അപ്പം പുതിയൊരു കോച്ചായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 2 മാച്ച് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടിയേനെ, അത് കഴിഞ്ഞിട്ട് ജൂണിലൊക്കെ ആകുന്ന സമയത്ത് ഒരു ക്യാമ്പൊക്കെ കിട്ടിയേനെ. അപ്പം ഈ ഒരു കാര്യങ്ങൾ AFFൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി കൂടി അറിയേണ്ടതും അവരും ചിന്തിക്കേണ്ടതും അവർ പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ ചൂടത്തിരുന്നിട്ട് കൂടുതൽ എന്ത് പറയാനാണ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസിറ്റ് മറ്റോ കാണിക്കാണ് ചാൻസ്.